പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹിത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ കൃപയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹീതരായ ദൈവദാസന്മാർക്ക് വിശേഷാൽ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലും കടന്നു വന്ന അനുഗ്രഹിത വചന ശുശ്രൂഷ ചെയ്യുകയും ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കായി നിയോഗിതനായി നമ്മുടെ മധ്യയിലായിരിക്കുകയും ചെയ്യുന്ന പ്രിയ ബെന്നി ശമുവേൽ പാസ്റ്ററിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിച്ചു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് വേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ സഭകൾക്കും വേണ്ടുന്ന യഥാർത്ഥ ദൈവിക വചനം, ദൂത്, ആത്മാവിൻ്റെ ശക്തിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുവാനിടയായി. ഹാലലൂയ, ഞാനത് അനുഭവിക്കുന്നു. പ്രിയ ബെന്നി ശമുവേൽ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 2000 ആണ്ട് മുതൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അടൂർ 2001 മുതൽ അടൂർ സഭയിലായിരുന്നു. എൻ്റെ തൊട്ടടുത്താണ് കർത്താവിൻ്റെ ദാസൻ്റെ വീടും ഈ ആരാധന തുടങ്ങിയ ഭാഗം. അന്ന് ആരാധന തുടങ്ങുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിലൂടെ പല മെസ്സേജ്, ഞാനിരുന്ന പല സഭകളിലും കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. അവിടെ അടൂരും വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെയും ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഓർമ്മകൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മെല്ലാവരെയും അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്. കർത്താവ് നമ്മോട് ഇടപെടേണ്ടതിനായിട്ട് നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നിശ്ചയമായും ദൈവം സംസാരിക്കും. വ്യക്തികളോട്, കുടുംബങ്ങളോട്, ദേശത്തോട് വേണ്ടുന്ന ദൂത് ഇന്ന് രാത്രി തരണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിലും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ലഭ്യമായ സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയ്ക്ക് ആത്മീക നേതൃത്വം നൽകുന്ന ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TM കോശി, കർത്താവിൻ്റെ ദാസന് അർപ്പിച്ച പോലെ ദീർഘവർഷങ്ങളായി കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ബന്ധത്തിനും കൂട്ടായ്മയുടെ എല്ലാ സ്നേഹബന്ധത്തിനായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഈ ദേശത്തിൻ്റെ, ഈ ദൈവസഭയുടെ ആത്മീയോദ്ധാരണത്തിനായി തന്നെ ഇവിടെ നിയോഗിച്ച് ദൈവമാക്കി വെച്ചതുകൊണ്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ജോബിൻ പാസ്റ്ററിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനുമായി കർത്താവ് നൽകിയ എല്ലാ കൂട്ടായ്മകൾക്കും ബന്ധത്തിനും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരുമിച്ച് ഈ രാത്രിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർക്കുന്നു. ശേഷം അനുഗ്രഹീതരായ അഭിഷിക്തന്മാരുണ്ട്. സജീവൻ ഇവിടെയുണ്ട്. മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടെ നൽകിയല്ലോ. രാത്രിയിൽ മടങ്ങിപ്പോകണം, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിപ്പാനായി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ രാവിലെ ഓർപ്പിച്ച പോലെ കേൾക്കുന്ന വചനത്തോട് നാം നീതി പുലർത്തണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, ദൈവാത്മാവ് എന്താണ് നമ്മോട് പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം അതിനോട് നീതി പുലർത്തുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം കാണാത്ത മേഖലകളിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. നാം അറിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതലുകൾ വെളിപ്പെടും. അതുകൊണ്ട് ആ കാര്യത്തിൽ ദൈവമക്കൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം വലിപ്പമാണല്ലോ, വചനം ദൈവമാണല്ലോ. ആ നിലകളിൽ അതിനെ ഉൾക്കൊള്ളുവാനും ഏറ്റെടുക്കുവാനും ബഹുമാനിപ്പാനും കീഴ്പ്പെടുവാനും അനുസരിപ്പാനും എല്ലാം നമുക്ക് ഈ ദിവസങ്ങളിലിടയായിത്തീരണം. രാവിലെ വായിച്ച വേദഭാഗം തന്നെ ഒന്നുകൂടി വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടവും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. മതി. നാം രാവിലെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. കൊരിന്ത്യ സഭയുടെ ചരിത്ര പശ്ചാത്തലം ചിന്തിച്ചു.
സഭ കടന്നുപോയ അതിതീവ്രമായ കഠിനമായ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെക്കുറിച്ച് ആമുഖമായി ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി പൗലോസ് 2 ലേഖനങ്ങളിലായി 29 അധ്യായങ്ങളിലൂടെ കൊരിന്ത് സഭയ്ക്ക് കൈമാറുന്ന ബുദ്ധി ഉപദേശങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ആ അധ്യായങ്ങളിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. 2-ാമത്തെ ലേഖനത്തിനകത്ത് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിച്ചു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്. ഞാൻ ആ ഭാഗം മാത്രം, ആദ്യത്തെ 2-ാമത്തെ ഭാഗം ഒന്നും സംസാരിക്കാനുള്ള സമയമില്ല. ആദ്യത്തെ ഭാഗമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. പൗലോസ് പറഞ്ഞ ഒരു വാക്ക് വളരെ അടിവരയിട്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. വല്ലപ്പോഴും ഒക്കെ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവമെന്നല്ല പറഞ്ഞത്, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവമെന്നാണ്. സമാനതകളില്ലാത്ത അഗ്നിശോധനയ്ക്കകത്തൂടി തന്നെയാണ് പൗലോസ് യാത്ര തുടർന്നത്. അവസാന സെക്കൻഡ് വരെയും നമുക്കറിയാം, റോമൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ശിരസ് ഛേദിക്കാനുള്ള ദിവസം എടുത്തു വരുമ്പോൾ വാളിൻ്റെ വായ്ത്തലയ്ക്ക് മൂർച്ച കൂട്ടുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പൗലോസ് അവസാനമായി എഴുതിയ ലേഖനമാണ് തിമത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം. ഇത്രയും അക്ഷീണം പ്രയത്നിച്ച, കർത്താവിന് വേണ്ടി പോരാടിയ, യുദ്ധസേവ ചെയ്ത വേറൊരു വ്യക്തി പുതിയ നിയമസഭയ്ക്കുണ്ടോ എന്ന് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം ശിഷ്യന്മാരെക്കാൾ ഉപരിയായി ഇത് ഉപയോഗിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ നിജപുത്രനായ തിമത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പരിവേദനങ്ങളുടെയും ദുഃഖത്തിൻ്റെയും ശൂന്യതയുടെയും വാക്കുകൾ അതിനകത്തില്ല. സ്തോത്രം. അവസാനമായി തിമത്തിയോസിനെ ഓർപ്പിച്ചുണർത്തുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച നമ്മുടെ പ്രത്യാശ അതാണ്. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച, ഇന്ന് രാത്രി ദൈവവചനം ശ്രദ്ധിക്കുന്ന, വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന എല്ലാവർക്കും പ്രതിഫലം തരാൻ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കരങ്ങളെ ഉയർത്തി സ്തോത്രത്തോടെ പറ, പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ആളെന്ന് മടിയിൽ ഒരു അവകാശം തരുവാൻ യേശു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നാം അതിനുവേണ്ടിയാ കാത്തിരിക്കുന്നത്. മനുഷ്യൻ ചൊവ്വയിൽ പോയതും അല്ലെങ്കിൽ മറ്റ് വലിയ യാത്രകൾ ഇനി സംഭവിക്കാൻ പോകുന്നതും പ്രപഞ്ചത്തെ കീഴടക്കുന്നതും മറ്റു ഒന്നുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കാൻ വരുമെന്നുള്ളതാണ്. ആ പ്രത്യാശയുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ ആകാൻ കത്തണം ദൈവമക്കളെ. നാം അത് ഓർത്താ കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ രാവിലെ ഓർപ്പിച്ചു, സ്തോത്രം. പൗലോസ് പറഞ്ഞു, എപ്പോഴും ഞങ്ങളെ എങ്ങനെയാണ് നടത്തിയത്? ജയത്തിൻ്റെ ഉത്സവത്തിൻ്റെ പാരമ്യതയിൽ. ഞാൻ രാവിലെ പറഞ്ഞതാണ്. ഒരു ചെറിയ ലിസ്റ്റ് കൊരിന്ത് ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. പൗലോസ് അനുഭവിച്ച പ്രയാസങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ്. അങ്ങനെയൊന്നുമല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് താൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ പ്രതിസന്ധിക്കകത്തൂടെ പോയിട്ട് നമ്മളെ ആരെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കി അടുത്ത സഭായോഗത്തിന് വന്ന് നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ച മൊത്തം പോരാട്ടമായിരുന്നു, സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്രയേറെ പ്രതിസന്ധിയുടെ വലിയ ഘോഷയാത്ര തന്നെ ജീവിതത്തിലുണ്ടായിട്ടും സ്തോത്രം, താന് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പറയുകയാണ്, എപ്പോഴും ഞങ്ങളെ ക്രിസ്തുവിൽ എങ്ങനെയാണ് നടത്തിയത്? ജയോത്സവമായിട്ടാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ രാവിലെ വായിച്ചതാണ്. വരാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. അവിടെ പറയുന്നു, പൗലസിനെ കൊല്ലുവാൻ നഗരഗോപുരവാതിക്കൽ കാവൽക്കാരെ നിർത്തി രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. മാനസാന്തരപ്പെട്ട് കൃപയിലേക്ക് വന്നു.
കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. തുടങ്ങിയതേ ഉള്ളൂ. തുടക്കത്തിലെ കൊല്ലുവാൻ വെച്ചേക്കയില്ല എന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായിട്ട് എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. ലോകത്തിലെ ഏറ്റവും ഒന്നാം നിര സമ്പന്നൻ വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് കയറിയത് ജയമാണോ എന്നാ രാവിലെ ചോദിച്ചു. ആണോ? നമ്മുടെ ദൃഷ്ടിയിൽ അവൻ വണ്ടിയുടെയൊക്കെ ഇന്നാളൊരാൾ പറയുക, നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അമേൻ നല്ല വണ്ടിയിലൊക്കെ ചെന്നാലേ ഒരു മാന്യതയുള്ളത്. അവിടെ വരെ എത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷകരുടെ അകത്ത് ഇങ്ങനത്തെ വിഷം ഉണ്ടെങ്കിൽ ദൈവജനം പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രിയരെ, അവർ നയിക്കുന്നവരുടെ ഈ വ്യാപാരം ഉണ്ടാകുമല്ലോ. ഞാൻ ഓർപ്പിച്ചത്, പ്രിയരെ, ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വാഹനത്തിൽ നീ സഞ്ചരിച്ചാലും കർത്താവ് പ്രതിഫലം വീതിക്കുന്ന ദിവസം, ആമേൻ, നിനക്ക് അവകാശത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്നെ പോലെ അരിഷ്ടനായ ഒരു മനുഷ്യൻ വേറെയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെളിപ്പെടാനുള്ള തേജസ് താൻ ആത്മാവിൽ കണ്ടിട്ട് പറയുകയാണ്, സ്തോത്രം, ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. നമ്മളൊന്നും പറയുന്ന ചിന്തിക്കുന്ന മേഖലയല്ലത്. അതിനൊക്കെ ഒത്തിരി അപ്പുറമാണിത്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിക്കകത്തൂടെ തന്നെയാ പോയത്. അവസാന ശ്വാസം വരെ വെല്ലുവിളിയായിരുന്നു. പക്ഷെ താൻ ആത്മാവിൽ പറയുകയാണ്, എന്റെ ജയത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. പ്രിയരെ, വസ്തുമയമായതൊന്നും കണ്ട് ജയത്തെ കൂട്ടിച്ചേർക്കരുത്. ഭൗതികതയല്ല ദൈവവചനം വിഭാവനം ചെയ്യുന്ന ജയം. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. സ്തോത്രം. അങ്ങനെയൊക്കെ പഠിച്ചും പഠിപ്പിച്ചും ഒക്കെ പോയി ആത്മിക ലോകം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി വാടക വീടാണെങ്കിലും, ആമേ, കരമടച്ച രസീതില്ലെങ്കിലും, സ്വന്തമായി വാഹനമില്ലെങ്കിലും, ആമേ, നീ ആത്മാവിൽ ശക്തനായി നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ആമേ, നീയാണ് ഈ തലമുറയിലെ ഏറ്റവും വലിയ ജയാളി. ആ ഒരു ബോധ്യം ദൈവമക്കളുടെ അകത്തിരിക്കണം. നിരാശയുടെ ഒരു കണിക പോലും എന്ത് ചെയ്യരുത്. പറ, സങ്കടവും നിരാശയൊക്കെ വരും. അത് ഒറ്റയ്ക്കകത്ത മുറിയിലിരുന്ന് കർത്താവിനോട് പറയണം. സഭായോഗത്തിന് വരുമ്പം ആമേ, ശൂന്യതയുടെ പാണ്ടക്കെട്ട് അഴിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ഒരു പുതിയ കുടുംബം കാണാൻ ചേരാൻ വന്നാൽ ഈ ഗതികേടെല്ലാം കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അവർ വിചാരിക്കും, അവർ പറയും, ഞങ്ങൾ നിന്നെടുത്ത് ഇത്രയും കുഴപ്പമൊന്നും. ആരെയൊക്കെ പറഞ്ഞു വിട്ടെന്ന് ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കണം. നാം അധരം തുറന്നാൽ അകത്ത് സങ്കടവും വേദനയും ഉണ്ടെങ്കിലും എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ ഉയർത്തുന്ന, ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്ന ആ വാക്കുകളെ അധരത്തിൽ നിന്ന് വരാവൂ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി എന്ത് ചെയ്യണം? ഉളവാക്കണം. അതൊക്കെ നമ്മൾ ശോധന ചെയ്യണം. നമ്മൾ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉത്തേജനമാണോ ക്ഷീണമാണോ സംഭവിക്കുന്നത്? നമ്മൾ ആത്മാവിൽ പരിശോധിക്കണം. അത് ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർപ്പിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ രാവിലെ ഒരാളുടെ കാര്യം നിങ്ങളെ ഓർപ്പിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. 100 കണക്കിന് ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ സഭ ഒരു 12 വർഷമായിട്ട് ചെറിയൊരു സഭയാണെങ്കിലും ഞാൻ ദൈവസഭയോട് ഒരു കാര്യം ഓർപ്പിച്ചു. എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയൊരു ആത്മഭാരത്തിൻ്റെ പിന്നിലാണിത് പറഞ്ഞത്. സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് മനഃപൂർവ്വമായി കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചർച്ചിൻ്റെ ഏറ്റവും പിന്നിലായി ഞാനൊരു ബോക്സ് വെച്ചു. നിങ്ങളുടെ മനഃപൂർവ്വ ദാനങ്ങൾ അതിനകത്ത് അർപ്പിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ മാസം ഞാൻ ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ കണ്ണുകളെ ആശ്ചര്യം കൂറുന്ന നിലയിൽ ദൈവസഭ അത് ഏറ്റെടുത്തു. സ്തോത്രം. കഴിഞ്ഞ 12 വർഷമായി ബീഹാറിലും ജാർഖണ്ഡിലും നേപ്പാളിലും സിക്കിമിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമായി 30 മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യാൻ കർത്താവ് ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കോവിഡിൻ്റെ അതിരൂക്ഷമായ പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് ചഞ്ചലിച്ചു. എങ്ങനെ ഇത് നടക്കും? എങ്ങനെ ചെയ്യാൻ പറ്റും? പക്ഷേ കോവിഡിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടങ്ങൾ പിന്നിട്ടപ്പോഴും 1 മാസം പോലും ആ സപ്പോർട്ട് മുടങ്ങിയില്ല. കൃപയാൽ സ്തോത്രം. ഇന്നു വരെ ഭംഗിയായി നിറവേറ്റി. ദൈവത്തിന് സ്തോത്രം. നാളെയും നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഈ മാസമുള്ള സപ്പോർട്ട് കൊടുത്തതിന് ശേഷം വരുന്ന ബാലൻസ് കൊണ്ട് സ്തോത്രം ബീഹാറിൽ 5 സഭാ ഹാളുകൾ പണിതു. 6ാമത്തെ ചർച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഓർപ്പിച്ചത്, സ്തോത്രം, ഒത്തിരി പണക്കാരൊന്നും ദൈവസഭയിലില്ല, പക്ഷേ ആത്മഭാരമുള്ള ചിലരുണ്ട്. ഒരു കുടുംബം എല്ലാ മാസവും ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് കൊണ്ടുതരും. സ്തോത്രം. ഈ നോർത്ത് ഇന്ത്യക്കും ചർച്ചിൻ്റെ മറ്റ് ചില കാര്യങ്ങൾക്കും വേണ്ടി. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് പ്രേരിപ്പിക്കുന്ന ഘടകം? അദ്ദേഹം പറഞ്ഞു, ആയുസിൻ്റെ ഏറിയ പങ്ക് നഷ്ടപ്പെട്ടു പോയി പാസ്റ്റർ, അടുത്ത സമയത്ത് വിശ്വാസത്തിൽ വന്നതാ. ഇനി ഞാൻ എന്തിനു വേണ്ടി ജീവിക്കാനാ? കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇനിയുള്ള അല്പസമയം കർത്താവിൻ്റെ വേലയ്ക്കും ദൈവരാജ്യത്തിനും പ്രയോജനപ്പെടുന്ന നിലയിൽ ഒരു ജയജീവിതം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുമാത്രമേ ഉള്ളൂ ലക്ഷ്യമെന്ന് പറഞ്ഞു. ആമേ. ഏത് കാര്യങ്ങൾക്ക് താൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊണ്ട് തരുമ്പോഴും ഒറ്റ ഒരു വ്യവസ്ഥയിലേ തരത്തുള്ളൂ, ഞാനും പാസ്റ്ററും കർത്താവുമല്ലാതെ മറ്റാരും അറിയരുത്, ചർച്ചിൽ അനൗൺസ് ചെയ്യരുത്, ആരോടും പറയരുത്. സ്തോത്രം. ഞാനും പാസ്റ്ററും കർത്താവും അറിഞ്ഞാൽ മതി, അതിനപ്പുറത്തൊരു വ്യക്തിയും അറിയരുത്. സ്തോത്രം. അത് തന്നെ നിർബന്ധമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിലരുണ്ട്, അങ്ങനെ ചിലരുടെ ആ മനഃപൂർവ്വമായ ദാനങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് നൽകുവാനായിട്ടിടയായിത്തീർന്നു. ഞങ്ങൾ ബീഹാറിൽ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ അന്ന് 13 പേരെ സ്നാനം നടക്കുക. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെ ചെന്നു. ഒരു പുല്ലുമേഞ്ഞ ഒരു ഷെഡിനകത്താണ് 100-150 പേരവിടെ ഉണ്ട്. അപ്പം ഞാൻ മലയാളത്തിലാണ് ഈ സ്നാനത്തിന് ക്ലാസ് എടുക്കാനായിട്ട് സംസാരിക്കുന്നത്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഉൾഗ്രാമമാണ്. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഏറ്റവും പുറകിലായിട്ട് 2 സഹോദരിമാരിന്ന് സ്തോത്രം പറയുന്നു. എനിക്ക് മനസ്സിലായി ഇവർ മലയാളികളാണ്. ഞാൻ ആശ്ചര്യത്തോട് വിചാരിച്ച്, കർത്താവേ, പട്നയിൽ നിന്ന് 170 കിലോമീറ്റർ ദൂരെയാണ് ഈ ഗ്രാമം. ജാർഖണ്ഡിൻ്റെ ജാർഖണ്ഡിനോട് ചേർന്നുള്ള ഭാഗമാണ്. അപ്പം അവിടെ ഇവരെങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് എനിക്കൊരു വലിയൊരു ചിന്ത എന്നെ ഭരിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. എന്തായാലും ഈ സ്നാനത്തിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മലയാളികളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആണെന്ന് പറഞ്ഞു. ഒരു അമ്മാമയ്ക്ക് ഒരു 60 വയസ്സുണ്ട് കേട്ടോ, തൊടുപുഴക്കാരിയാ, സാറാമ്മ എന്നാ പേര്. രണ്ടാമത്തെ ആൾ തിരുവനന്തപുരം ജില്ലയിൽ പാലോടുള്ള അമ്മിണി എന്നാ പേര്. പുള്ളിക്കാരിക്ക് ഒരു 55 വയസ്സിന് താഴെയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിവാഹിതരാണ്. ദീർഘവർഷങ്ങൾ രാജസ്ഥാനിൽ കർത്താവിൻ്റെ വേല ചെയ്തവരാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് അവർ കർത്താവിൻ്റെ വേല ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഞങ്ങളൊരു 10 പേര് പോയിട്ടുണ്ട്, എല്ലാ വർഷവും അങ്ങനെ പോകും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആ റൂമിലോട്ട് ചെല്ലപ്പോൾ ഈ പുല്ലുമേഞ്ഞ ഷെഡിൻ്റെ തൊട്ടടുത്താണ് ഇവർ താമസിക്കുന്നത്. ഒരു വീടിൻ്റെ ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുക. അപ്പം ഞങ്ങൾ ആ റൂമിലോട്ട് ചെന്നപ്പോൾ എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റത്തില്ല. അതിനകത്ത് ഒറ്റ ഒരു സിംഗിൾ കോട്ടുണ്ട്, ഒരു ചെറിയൊരു ടേബിളുണ്ട്, അതിൽ ഒരു ബർണറിൻ്റെ ഒരു സ്റ്റൗ ഉണ്ട്, 4 ടിന്നിലായിട്ട് അല്പം ധാന്യങ്ങളുമുണ്ട്. ഇതാണ് അവരുടെ ലോകം. സ്തോത്രം. ആ റൂമിൻ്റെ വാടക 500 രൂപയാണ്. അപ്പോൾ അത് കൊടുത്ത് അവരവിടെ കർത്താവിൻ്റെ വേല ചെയ്യുക. സ്തോത്രം. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നാട്ടിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ 2 പേരും പറഞ്ഞു, മരിച്ചിവിടെ അടക്കപ്പെടാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇത് ജയാളിയിൽ നിന്നല്ലാതെ ആരിൽ നിന്ന് വരും പ്രിയരെ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും അവിടെ ഉണ്ട് അവർ കേട്ടോ, 2 പേരും അവിടെ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് അവരൊരു 10 സെൻറ്റ് സ്ഥലം ആരോ അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് നല്ലൊരു ചെറിയ വീട് അവിടെ വെക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. എല്ലാം ഒന്നും ഞങ്ങളല്ല ചെയ്തത്, പലരും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല പങ്ക് വന്ന് കണ്ട ദൈവമക്കൾക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് സഭയിൽ അത് പറയുകയും അതിൻ്റെ പിന്നിൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. അതിനകത്തിൽ ഒരു മുറി അവർ കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട് വേർതിരിച്ച് വെച്ചേക്കുക. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ അവിടെ താമസിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം അതിനകത്ത് ഭയങ്കര 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഒരു ബെഡും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബം വന്നായിരുന്നു, അവർ വാങ്ങിച്ച് തന്നിട്ട് പോയാന്ന് പറഞ്ഞു. ദൈവദാസന്മാർ താമസിക്കുന്ന ആ വീടിനകത്ത് അതെല്ലാം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുക. സ്തോത്രം. ആമേ. അപ്പം ഞങ്ങൾ ചെന്നപ്പം എൻ്റെ കൂടെ വന്ന അച്ചായന് ഒരു സങ്കടം തോന്നി. അതിനകത്തൊരു യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നുമില്ല, അതിന് കുറച്ച് പണിയും കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. അദ്ദേഹം അതും കൂടെ ചെയ്തു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാ ക്രമീകരണങ്ങളുമായി മിക്കവാറും ദിവസങ്ങളിൽ വിളിക്കും. സന്തോഷത്തോടെ അവരവിടെ ആയിരിക്കുന്നു, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു. ആരോഗ്യമൊക്കെ കുറഞ്ഞു വരികയും അവർക്ക്. പക്ഷേ അവർക്ക് അവിടെ വിട്ടുപോരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത്, ജയിച്ചവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിവരെ അറിഞ്ഞിട്ടില്ല, അറിയാൻ അവസരവും കൊടുത്തിട്ടില്ല.
സ്തോത്രം. നമ്മുടെ നേതൃത്വങ്ങളൊക്കെ ഇതിനൊക്കെ മനസ്സ് വെക്കാൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളവരെ ആദരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം ഞങ്ങൾ അവിടുന്ന് പോരാൻ നേരത്ത് പിന്നീടുള്ള എല്ലാ യാത്രയിലും അവിടെ പോകും. ഞങ്ങളുടെ മിഷണറിമാരിൽ 12 പേര് അതേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ജില്ലയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്നെ കൊണ്ടുപോയ ദേവദാസനോട് ഞങ്ങൾ ചോദിച്ചു, ഈ ഗ്രാമത്തിൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേര് സോക്കോ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ഗ്രാമത്തിന് സോക്കോ എന്ന് പേര് വരാൻ കാരണം? അപ്പോൾ എന്നെ കൊണ്ടുപോയി ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, അദ്ദേഹം അവിടെ സ്ഥിരം പോകുന്ന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ 150 വർഷം മുമ്പ് ജർമ്മനിയിൽ നിന്നൊരു ജർമ്മൻ മിഷണറി ഈ സ്ഥലത്ത് വന്ന് പ്രവർത്തിച്ചെന്ന്. കാടാകട്ടോ, ഉൾസ്ഥലമാണ്. ഇപ്പോഴും നമുക്ക് ചെന്നാൽ താമസിക്കാനൊന്നും പറ്റത്തില്ല. ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പം ഉണ്ട്. മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും വളരെ കുറവാണ്. വളരെ ഉൾഗ്രാമമാണ്. ചെന്നാൽ നിൽക്കാനൊന്നും പറ്റാത്തൊരു സ്ഥലമാണ്. പക്ഷേ 150 വർഷം മുമ്പ് ജർമ്മനിയിലെ സുഖമൊക്കെ വിട്ടിട്ട് ഒരു മനുഷ്യൻ വന്ന് അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. ഈ മനുഷ്യൻ്റെ പേരാ സോക്കോ. അദ്ദേഹം മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്നും ആ ഗ്രാമം അറിയപ്പെടുന്നത് സോക്കോ എന്നാണ്. ധാരാളം ക്രൈസ്തവരവിടെയുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അതിനൊക്കെ അവർ പിന്നീട് അവിടെ ഉണ്ടാകുവാനിടെ സ്കൂളും ചെറിയ ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട് അവിടെ. സ്തോത്രം. ആ ഗ്രാമം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം രാത്രിയിൽ ഈ കാടിനകത്ത് അല്പം മൈതാനം പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്രൂസൈഡ് അവർ ക്രമീകരിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഈ ചെന്നവർ ചോദിച്ചു, ഈ കാട്ടിൽ ആര് വരാനാ, ഇവിടെ എന്തിനാ വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആളൊക്കെ വരും, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. രാത്രി സ്റ്റേജൊക്കെ കെട്ടി യോഗം തുടങ്ങി കേട്ടോ. 7:30 ആയപ്പോൾ 1000-ലധികം പേരവിടെ എത്തി. ഈ ഗ്രാമം ഒരു മനുഷ്യന്റെ രക്തം വീണ് കർത്താവ് വീണ്ടെടുത്തു. അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാവരും. പ്രിയരേ, ഞാൻ ഓർപ്പിച്ചത്, ജയിച്ചവർ മാറി നിൽക്കുന്നുണ്ട്. നാം ആരും കാണാത്ത വീരന്മാരെ ദൈവം തൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രതിഫലം വീതിക്കുന്ന നാളിൽ അവർ ജയാളികളായി എഴുന്നേറ്റ് വരും. അധികാര കസേരയ്ക്ക് വേണ്ടി വടംവലി കാണിക്കുന്ന ആത്മിക നേതൃത്വങ്ങളുടെ നടുവിൽ വീരന്മാർ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. പാനൽ തിരിഞ്ഞ് മത്സരിക്കാനും അന്യോന്യം ചെളിവാരിയെറിയാനും എത്രയോ നേതൃത്വത്തിനകത്ത് അപജയം പറ്റിപ്പോയപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, അതിനല്ല നിന്നെ വിളിച്ചത്. പ്രതിഫലം വീതിക്കുന്ന നാളിൽ പേർ വിളിക്കുന്ന നേരം എന്റെ പേരും കാണും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ച് തീരല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ അധ്വാന ഫലത്തിൻ്റെ ഓഹരി, നമ്മുടെ സമയമൊക്കെ അല്പമൊക്കെ മാറ്റിവെച്ച് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയൊക്കെ ചെലവിടുവാനും പോരാടുവാനും ഒക്കെ നമുക്കിടയാകണം. സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ ഛത്തീസ്ഗഡിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ യോഗം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടൊരു മനുഷ്യൻ ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഈ മനുഷ്യനെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നൊരു ചിന്ത എൻ്റെ സ്നേഹിതൻ്റെ ഉള്ളിൽ വന്നു. പക്ഷേ യോഗം തുടങ്ങി ഒരു ഒറ്റമുണ്ട് കൊടുത്ത് തുരുമ്പിച്ചൊടിയാറായ ഒരു സൈക്കിളിലായി മനുഷ്യൻ വന്നത്. അപ്പോൾ എൻ്റെ സ്നേഹിതന് വല്ലാത്ത ഒരു ആശങ്ക തോന്നി, ഇവർക്ക് വേറെ ആരെയും കിട്ടിയില്ലയോ, ഇയാൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? പക്ഷേ രാത്രി യോഗം തുടങ്ങി, താന് സംസാരിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ വളരെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നു. വളരെ നല്ല അറിവുള്ള ഒരു മനുഷ്യൻ. യോഗം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തോട് എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നല്ലോ, താങ്കൾ എന്തുവരെ പഠിച്ചതാ? ഈ മനുഷ്യൻ പറഞ്ഞു, 50 വർഷം മുമ്പ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിംഗ്വിസ്റ്റിക്കിൽ PhD നേടിയ മനുഷ്യനാണ്. പഠന മികവ് കണ്ടിട്ട് യുണൈറ്റഡ് നേഷൻ UN തന്നെ റിക്രൂട്ട് ചെയ്തു. ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി. അതിന് പോകേണ്ട ദിവസങ്ങൾക്ക് അല്പം മുമ്പ് തൻ്റെ ഗ്രാമത്തിലൊരു സുവിശേഷ യോഗം നടന്നു. അന്ന് മധ്യപ്രദേശാണ്, ഈ ഛത്തീസ്ഗഡ് വിഭജിച്ചിട്ടില്ല.
അവിടെ നിന്നൊരു മിഷണറി വന്ന് ദൈവോചനം ശുശ്രൂഷിച്ചു. ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ആ കർത്താവിന്റെ ദാസൻ ചോദിച്ചു, ചമ്പൽക്കാടുകളാണ് അവിടെ, സ്തോത്രം, ഉൾഗ്രാമമാണ്. ബസ്തർ എന്ന് പറയുന്ന ജില്ല കേരളത്തെക്കാൾ വലിപ്പമുണ്ടെന്നാ പറയുന്നത്. അത്രയേറെ നക്സലുകൾ തിങ്ങിപ്പാർക്കുന്ന ആ ഗ്രാമത്തിൽ വേല ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചത്. അദ്ദേഹം യോഗാനന്തരം ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ താൻ ചോദിച്ചു, ആ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി പോകാൻ ആരുണ്ട്? UN നിന്ന് ഓഫർ ലെറ്റർ വാങ്ങിച്ച ഈ മനുഷ്യൻ കൈയൊന്നും ഉയർത്തിയില്ല. അവിടെ നിന്ന് സമർപ്പിക്കാൻ നിന്നതുമില്ല. ഒറ്റ ഓട്ടത്തിന് തൻ്റെ വീട്ടിൽ ചെന്നു. ചെറിയ വീടാ, തമിഴ്നാട്ടിലാ, കുടില, സ്തോത്രം. പഠിക്കാൻ മെടുക്കനായിരുന്നു, സ്തോത്രം. അദ്ദേഹം ഓടിച്ചെന്നിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താ? ഞാൻ UN പോകണമോ അതോ ബസ്തറിലേക്ക് പോകണമോ? എന്നോടങ്ങ് സംസാരിക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ പൊട്ടന്മാർക്കേ പറ്റത്തുള്ളൂ. മിടുക്കന്മാരൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. താൻ പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, ആമേൻ, നീ ബസ്തറിലേക്ക് പോകാം, ഞാൻ നിന്നെ ഉപയോഗിക്കും. തൻ്റെ കയ്യിൽ കിട്ടിയ ഓഫർ ലെറ്റർ താൻ വലിച്ചു കയറി തീ കത്തിച്ചു കളഞ്ഞു. അന്ന് പോയതാ, വർഷം 50 അവിടെ നിൽക്കുക. കാറ് വാങ്ങിച്ചില്ല, തുരുമ്പിച്ചൊടിയാറായൊരു സൈക്കിളേ ഉള്ളൂ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ആ തലമുറ ജനിക്കപ്പെട്ടതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ ബാല്യത്തിലെ മരിച്ചുപോയി. താൻ തന്നെ അവരെ അടക്കി. തിരിച്ചു ചെല്ലാൻ തമിഴ്നാട്ടിൽ നിന്ന് നിരന്തരമായ വിളിക്കുകയും അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് ഇന്നും ആ മനുഷ്യൻ പോകാതെ അവിടെയുണ്ട്. സ്തോത്രം. ലിപി ഇല്ലാത്ത ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കി. ഒരു ആദിവാസികൾ സംസാരിക്കുന്ന ലിപിയില്ലാത്തൊരു ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഭാഷയ്ക്ക് നിരന്തരമായ പ്രാർത്ഥനയും തൻ്റെ ഭാഷാ നൈപുണ്യം കൊണ്ട് താനതിന് ലിപി ഉണ്ടാക്കി. മർക്കോസിൻ്റെ സുവിശേഷം ഭാഷാന്തരം ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തു. 20,000-ത്തിലധികം പേരെ കർത്താവിനായി നേടി. പ്രിയരെ, ജയാളിയാണോ? ലോകം ഈ മനുഷ്യൻ എന്താ പേരിടുന്നേ? ഇത് ജയത്തിൻ്റെ സിമ്പലാണോ? പാളയം ദൈവസഭയുടെ ആത്മാവ് ചോദിക്കുന്നു, ഇതിൻ്റെ പേര് ജയമെന്നാണോ? പ്രസംഗിക്കാൻ വാക്ധോരണിയോടുകൂടെ പറയാൻ കഴിയും, ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും വലുതാണെന്ന് പറയാൻ കഴിയും. പക്ഷേ സ്തോത്രം, വെളിപ്പാട് പ്രാപിച്ചവന് മാത്രമേ ജയാളിയായിട്ട് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ആമേൻ, ആമേൻ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതും വേദികൾ പങ്കിടുന്നതും ശക്തമായി ഉപയോഗിക്കപ്പെടുന്നതും മാത്രമല്ല ജയം. ആരും കാണാത്ത ജയാളികളെ കർത്താവ് മറച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരു ദിവസം അവർ എഴുന്നേറ്റ് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇച്ഛാഭംഗത്തോടു കൂടിയല്ല അവർ അവിടെ നിൽക്കുന്നത്, അവർ പൂർണ്ണ സന്തോഷത്തോടു കൂടിയാ. കാരണം അവർക്കറിയാം, ഈ മിന്നി മറയുന്നതൊന്നുമല്ല ലോകം, ഇതിനപ്പുറത്ത് വെളിപ്പെടാനൊരു തേജസ്സുണ്ട്. പ്രിയരെ, വഞ്ചിതരാകരുത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചതൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി നീ പറയണം, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം എൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സ്തോത്രം. ലോകത്തെ ജയിക്കുന്ന ഒരു ജയം എൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അത് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നമ്മുടെ സഹോദരങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ നമ്മെ കാണുമ്പോൾ അവർ പറയണം, ഇതാണ് ജയാളി. നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒരു അഴിച്ചുപണി നടക്കണം. ശുഭകരമായൊരു യാത്രയ്ക്കായി ഒരുങ്ങണം.
ആത്മാവിൽ വെളിപ്പാടിൽ ജീവിക്കണം. തനിയിരിക്കുമ്പോൾ ശോധന ചെയ്യണം. ഞാനൊരു ജയാളിയാണോ? കാലുകൾക്ക് വേഗത കൂട്ടണം. ആത്മാവിൽ പോരാടണം. ഇക്കിളിപ്പെടുത്തുന്നത് കേട്ട് കൈയടിച്ച് മണ്ണ് കപ്പിച്ചിരിക്കുന്നതല്ല സുവിശേഷം. ഉള്ളിൽ കുത്തുകൊണ്ട് കരയുന്നതാ സുവിശേഷം. അപ്പൊ ഇന്ന് എല്ലാവർക്കും വരവ് കാണുമ്പോഴേ നമ്മളങ്ങ് ചിരിക്കും. വേഷവും നടപ്പും സംസാരവും എല്ലാം കേൾക്കുമ്പോൾ ആൾക്കാരങ്ങ് കൈകൊട്ടി ചിരിക്കുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ചിരിക്കാൻ ഇത്രയും വണ്ടിക്കൂലി കൊടുത്തൊന്നും ഇവിടോട്ട് വരണ്ട. കോമഡി ഷോ കണ്ടാൽ മതി. കരയണമെങ്കിൽ കാൽവറി ദർശനം അകത്ത് കയറണം. ഉള്ളിൽ നൊന്ത് കരയണം. ഈറ്റുനോവ് അകത്ത് കയറണം. ഹല്ലേലൂയ. എത്ര നാളായി കണ്ണ് നിറഞ്ഞിട്ട്, എത്ര നാളായി ഒരു നന്ദിയുടെ കണ്ണുനീര് വീണിട്ട്, പരാതികളും പരിവേദനകളും മാറ്റിവെച്ചിട്ട് ആത്മാവിൽ ഉള്ളു നൊന്തൊന്ന് കരയുമോ? പാളയം ദൈവസഭയ്ക്കകത്തൊരു ഉണർവ് വ്യാപരിക്കാൻ സമയമായി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കാഴ്ചപ്പാടിന് മാറ്റം വരണം. ഹൃദയത്തിനകത്തൊരു നൊമ്പരം കയറണം. വേദനയോടെ തേങ്ങിക്കരയണം. ഇതിനകത്ത് ശക്തന്മാരുടെ നിര എഴുന്നേറ്റ് വരണം. യൗവനക്കാർ ആത്മാവിലാകണം. മിഷണറി വീരന്മാർ എഴുന്നേറ്റ് വരണം. ജയാളികൾ എഴുന്നേറ്റ് വരണം. വീരന്മാർ എഴുന്നേറ്റ് വരണം. ജയിച്ചവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. ഞാൻ കണ്ട ദൈവമക്കളുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 100 കണക്കിന് ശക്തന്മാരെ ഉത്തരഭാരതത്തിൻ്റെ അനേക ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. അവരൊക്കെ സംതൃപ്തിയോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ബലത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. നിരാശയുടെ പാട്ടും പാടിയല്ല അവരവിടെ നിൽക്കുന്നത്. അവർ പൂർണ്ണ ജയാളികളായിട്ട് നിൽക്കുക. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. പ്രിയരെ, കർത്താവിൻ്റെ വരവെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പലർക്കും ബുദ്ധിമുട്ടാണ്. അത് കേൾക്കാൻ തന്നെ അസ്വസ്ഥതയാണ്. ഞാൻ മധ്യ തിരുവിതാംകൂറിൽ ഒരു 10,000 പേര് കൂടുന്ന ഒരു സഭയിൽ ഒരു ദിവസം വൈകിട്ട് ഒരു രാത്രി യോഗമാണ്. ഒരു 500 പേരോളം ഉണ്ട്. സഭയൊന്നും ഞാൻ പറയത്തില്ല, കേട്ടാൽ നിങ്ങൾക്കൊരു വിഷമം തോന്നും. അതുകൊണ്ട് അത് വേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാത്രിയിൽ ഞാനിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ സന്ദർഭവശാൽ ഇതുപോലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് 1-2 കാര്യം പറഞ്ഞു കേട്ടോ. ഒരു മനുഷ്യന് 70 വയസ്സുണ്ട് കേട്ടോ. ആ പുറകിൽ നിന്ന് 2ാമത്തെ നിരയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഇയാൾ ചാടി അങ്ങ് എഴുന്നേറ്റ് ശുശ്രൂഷ മധ്യത്തിൽ പറയുക, അതിവിടെ പറയണ്ട, വരുമ്പം വന്നോളൂ എന്ന്. വരവിവിടെ പറയണ്ടെന്ന്. സ്നേഹ 2 യൗവനക്കാർ ഈ യോഗം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഈ എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ പുള്ളി ഉടനെ പ്രതികരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളതിനെ സഭയിൽ വെച്ച് ഉറപ്പിക്കുന്നത് സഭ നേതൃത്വത്തിൻ്റെ കുഴപ്പമല്ലേ? അല്ലേ? താക്കീത് കൊടുക്കണ്ടേ? അതിന് സപ്പോർട്ട് ചെയ്യല്ലേ? കർത്താവിൻ്റെ വരവ് അസ്വസ്ഥതയാണെങ്കിൽ എന്തിനാ വേഷം കെട്ടിയത്? ആമേൻ. പള്ളി, പൗരോഹിത്യവും കുടുംബക്കല്ലറയും കുടുംബയോഗവും ഒക്കെ വിട്ടിറങ്ങിയത് വരവിൽ പോകാനല്ലേ? ഞാൻ അർപ്പിച്ച പ്രിയരെ, കർത്താവിൻ്റെ വരവ് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മളെന്തിനാ കാത്തിരിക്കുന്നേ? നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: കർത്താവിന് കാഹളം ധ്വനിക്കും. ജീവനോടുണ്ടെങ്കിൽ എനിക്ക് രൂപാന്തരപ്പെടണം. അതിനു മുമ്പ് ഞാൻ മരിച്ചു പോയെങ്കിൽ, ആമേൻ, കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഒരു ഉയർത്തൽ നിൽക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യണം? ആ ഒരു ലക്ഷ്യമേ നമ്മുടെ മുമ്പിലുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അകത്ത് കയറിയിരുന്ന് ആഭരണം ഊരിയതുകൊണ്ടോ വെള്ള ഉടുത്തതുകൊണ്ടോ പെന്തക്കോസ് ആകത്തില്ല. ഇതിനകത്തൊരു ശുദ്ധീകരണം നടക്കണം. ആഴമേറിയ രൂപാന്തരം നടക്കണം. ആമേൻ. ദൈവശക്തി അനുഭവിച്ചറിയുന്നവരാകണം. പെന്തക്കോസ് വേഷത്തിൽ മാത്രമല്ല, അകത്തുനിന്ന് ദൈവശക്തി വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയരെ, സമയം കടന്നു പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ജയം? പ്രൈസ് ദി ലോർഡ്. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ അബ്രഹാം ജയിച്ച് നിൽക്കുന്ന ഒരു ഭാഗം പറയും. എപ്പോഴാണെന്നറിയോ? അബ്രഹാം ജയിച്ചത് എവിടാന്നാണ് നമ്മൾ പറയുന്നത്?
മോറിയാവനെ. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ മകനെ യാഗമാക്കാനായിട്ട് കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ വെച്ചു. കത്തിയെടുത്ത് അഭിനയിക്കുകയല്ല, കൊടുക്കാൻ. അത് ദൈവമാ അത് സർട്ടിഫൈ ചെയ്തേ. നമ്മുടെ പല കത്തിയെടുത്ത് ഓങ്ങലും ഒക്കെ ആർക്കറിയാം? നമ്മൾ ഓങ്ങിയിട്ട് ആ നിപ്പ് നിൽക്കുക. കത്തി താഴോട്ട് ഇതുവരെ പറ, താഴോട്ട് കൊല്ലം എത്രയായെന്നറിയാമോ? 35 കൊല്ലമായി കത്തിയും പിടിച്ചിങ്ങനെ നിൽക്കുക. കത്തി താഴോട്ടും വന്നിട്ടില്ല, ദൈവശബ്ദം കേട്ടതുമില്ല, കർത്താവ് ഇടപെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇത് കൊടുക്കാനുള്ള തത്രപ്പാടിൽ അബ്രഹാം കത്തി ആഞ്ഞു വെട്ടാനായി ഉപയോഗിക്കുമ്പോൾ കഴുത്തിനും കത്തിക്കും മുടിനാടിരയിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലന്റെ മേൽ. നമ്മൾ അതല്ലേ പ്രിയരെ ജയമായിട്ട് പറയുന്നത്? കൺവെൻഷൻ പ്രസംഗത്തിനൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റിതമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു പ്രത്യേക ശബ്ദമൊക്കെ കീബോർഡിൽ നിന്നുണ്ടാവും. വരുമ്പോഴേ പറയും, ഞാൻ ഇന്ന ഭാഗം പറയുമ്പോൾ എന്ത് ചെയ്തേക്കണം പറ. എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചേക്കാം. ഇന്ന പാട്ട് ഞാൻ ഇന്ന സമയത്ത് പാടും. അതുകൊണ്ടല്ലയോ തുടങ്ങുന്നതിന് മുമ്പേ അടുത്ത ആൾ പാടുന്നത്. പുള്ളിക്ക് അറിയാവുന്ന പാട്ടുമല്ലോ എന്നോ ഇത്. പ്രിൻ്റ് വരെ കൊണ്ട് കൊടുത്തേക്കുക, നേരത്തെ വിളിച്ച് പാടിച്ച് വെച്ചേക്കുക. ആർക്കും അറിയാത്ത പാട്ട് പാടുമ്പോൾ ഈ പുള്ളി എങ്ങനെ അന്നേരം പാടുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ട്രെയിൻ ചെയ്താ വരുന്നേ. ഒരാഴ്ച മുമ്പേ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അപ്പം നല്ല അതിനൊപ്പിച്ചൊരു സൗണ്ടും ഒക്കെ പുറപ്പെടുവിക്കുമ്പോഴത്തേന് അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ കസേര മറിച്ചങ്ങ് ചാടും. ജയിച്ചതിൻ്റെ ഒരു കൈത്താങ്ങൽ. പ്രിയരെ, അബ്രഹാം ജയിച്ചത് മോറിയായിലല്ല. അബ്രഹാം ജയിച്ചത് എവിടെയാണെന്നറിയാമോ? തൻ്റെ ബെഡ്റൂമിനകത്താണ്. എന്താ കാര്യം എന്നറിയാമോ? രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ തട്ടി വിളിച്ചിട്ട് യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എനിക്ക് തരണം. അന്ന് ആ രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് സാറയോട് അനുവാദം ചോദിക്കാതെ എഴുന്നേറ്റിട്ട്, സ്തോത്രം, ദൈവത്തെ അനുസരിക്കാൻ എഴുന്നേറ്റില്ലേ? അന്നേരമാ ജയിച്ചത്. അല്ലോ, മനസ്സിലാവുന്നോ? യാഗം കഴിച്ചേനെ. പക്ഷെ ദൈവം എന്നാ പറഞ്ഞേ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ എന്ത് ചെയ്യണം? നമ്മളായിരുന്ന എന്തോ ഇതെന്നറിയാമോ? അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ ദുർഭൂതത്തെ, പിറ്റേ ആഴ്ച സഭായോഗത്തിന് ഒന്ന് പറയും, കഴിഞ്ഞ രാത്രി ഒരു വലിയ മൽപ്പിടുത്തം നടന്നു, ഞാൻ ആത്മാവിൽ അങ്ങ് വെട്ടി, പിന്നെ അങ്ങനെ ഒരു പോരാട്ടമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഇടപെടുന്നതാണോ പിശാചിന്റെ പോരാട്ടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ പോലൊരു പരാജയം ലോകത്തിലില്ല. വലിയ ക്രൂസൈഡിനൊന്നും പ്രസംഗിച്ചില്ലെങ്കിലും കർത്താവ് പറയുന്നത് കേൾക്കാനൊരു ചെവി ഉണ്ടെങ്കിൽ നീ ആ ജയാളി. അബ്രഹാമിന് മനസ്സിലായി ഇത് പോരാട്ടമൊന്നുമല്ല, പിശാച് പറഞ്ഞൊന്നുമല്ല. അന്നും ദൈവത്തിൻ്റെ സ്നേഹിതനല്ലയോ, മനസ്സിലാകുമല്ലോ ശബ്ദമൊക്കെ, ഇല്ലയോ? മനസ്സിലാകും. അപ്പം അങ്ങനെ മനസ്സിലായിട്ട് അബ്രഹാമിന് മനസ്സിലായി ഇത് ദൈവം തന്നോട് ചോദിക്കുന്നത് കൃത്യമായിട്ട് ചോദിച്ചു, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ തരണം. അപ്പം അത് കൊടുക്കാനായിട്ട് അന്ന് രാത്രിയിൽ എഴുന്നേറ്റ് ഒരു ഒരുക്കം നടത്തി. അവിടെ ജയിച്ചത് ആണോ അല്ലയോ? നിങ്ങൾ പറ. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ എവിടാ ജയം? പറ. മോറിയായില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം കൊടുത്തില്ലല്ലോ. നമുക്ക് ഇതുപോലുള്ള ജയമാ വേണ്ടിയത്. യാഗമൊന്നും നടക്കരുത്. ഞങ്ങളിങ്ങനെ അഭിനയിച്ചൊക്കെ നിൽക്കും. അന്നേരം മേളിൽ നിന്നൊരു ശബ്ദം. അതുകൊണ്ടാണ് നീ ആയുസ് ദൈവശബ്ദം കേൾക്കാത്തത്. കാരണം ഇത് അഭിനയമാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. കൊടുക്കുന്നവനെ ദൈവത്തിനറിയാം. കൊടുക്കാനുള്ളിലുള്ള തീരുമാനത്തെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം ജയിച്ചത് മോറിയായുടെ ഉന്നതിയിലല്ല, തന്നെ നിങ്ങൾ ഓർക്കണം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, യാത്രാമധ്യത്തിൽ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പം ആ തീയും വിറകും ഒക്കെ ഉണ്ടല്ലോ, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പം എത്ര ചങ്കുറപ്പുള്ളവനാണെങ്കിലും അവിടെ വെച്ചൊന്ന് തത്രിക്കേണ്ടതാ, ആണോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ വെച്ചൊന്നും ചഞ്ചലിപ്പുണ്ടായില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇസഹാക്കിനെ യാഗം കഴിച്ചാൽ ആ ചാരത്തിൽ നിന്ന് സന്തതി ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ആർക്കറിയാമായിരുന്നു? ദൈവത്തിൻ്റെ പൈതലേ, ഈ വേഷം കെട്ടും അഭിനയവും നിർത്തിയിട്ട് നിന്റെ ദൈവം ആരാന്നുള്ള വെളിപ്പാട് അകത്ത് കയറിയിട്ട് വേണം കർത്താവിനെ ആരാധിക്കാൻ. അവരെ ചേർക്കാനാ യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവരെ 3-ാം ദിവസം അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടെന്ന. അപ്പം 3 ദിവസം വഴിയകലം എന്ത് ചെയ്തു? നടന്നു. കിലോമീറ്ററുകൾ. ആരോഗ്യമുള്ള ഒരാൾ ഏറ്റവും കുറഞ്ഞത് 3 കിലോമീറ്റർ എങ്കിലും 1 മണിക്കൂറിൽ നടക്കും. അപ്പം 3 ദിവസമാകുമ്പോൾ 72 മണിക്കൂറുണ്ട്. അപ്പോൾ അത് ഒരു 10-200 കിലോമീറ്റർ എങ്കിലും നടന്ന് കാണും. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അടുത്തൊരു സ്ഥലം കാണിച്ചു കൊടുത്താൽ പോരായിരുന്നു ദൈവത്തിന്. അവൻ പോകുവാണെങ്കിൽ ഇവൻ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യണം? പോണം. ആമേ. എന്നാൽ 3 അല്ല 30 ദിവസം നടക്കുന്നാൽ ചെല്ലുന്ന ഒരു സ്ഥലമാണെങ്കിലും സ്തോത്രം, ദൈവത്തിനറിയാം എൻ്റെ അബ്രഹാം പോകും. ആ ഉറപ്പ് നമ്മിൽ ആരുടെ മേലൊക്കെ ദൈവത്തിനുണ്ട് പ്രിയരെ. ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇനി യഹൂദ ബാലന്മാരെ തീച്ചൂളയിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചില്ലേ? ഇല്ലേ? നമ്മൾ ജയമായിട്ട് പറയുന്നത് ഏത് ഭാഗമാണ് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജയമായിട്ട് പറയുന്നത് തീച്ചൂളയുടെ നടുവിൽ 4-ാമനായിട്ട് എന്ത് ചെയ്തു? കർത്താവ് ഇറങ്ങി വന്നു. അത് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ആത്മാവിലാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴും ആത്മാവിലാകുന്ന ഒരുമാതിരിയൊക്കെ വരുന്നവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അങ്ങനെ നിങ്ങളുടെ വേഷവും ഭാഷയും രൂപവും കണ്ട് ആത്മാവിലാക്കുന്ന മാർഗമല്ലിത്. ആമി പറഞ്ഞല്ല നിങ്ങളെ ആത്മാവിലാക്കേണ്ടത്. അകത്ത് കത്തലുള്ള ദൈവ പൈതൽ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ആമി അവർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അത് പ്രേരണയാകരുത്, അത് നിർബന്ധവുമാകരുത്. നമ്മൾ പറയും ഈ തീച്ചൂളയുടെ നടുവിൽ കെട്ടഴിഞ്ഞവരായിട്ട് 4 പേര് നടക്കുന്നു. 3 പേരെയാണല്ലോ ഇട്ടത്, ഒരാളും കൂടെ ഉണ്ട്. ദൈവദൂതൻ്റെ മുഖം പോലെ, ദൈവപുത്രൻ്റെ മുഖം പോലെ അവൻ്റെ മുഖം കാണുന്നു എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. അത് കർത്താവാണെന്ന് നമുക്കറിയാം. സ്തോത്രം. അവിടെ ആണോ യഹൂദ ബാലന്മാർ ജയിച്ചത്? ആണോ? പിന്നെ എവിടാ ജയിച്ചേ? പ്രൈസ് ദി ലോർഡ്. രാജാവിൻ്റെ ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, നമസ്കരിക്കയില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രവാസികളാണ്, അന്യരാജ്യത്ത് ഭരണകർത്താക്കൾക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ എന്ത് ചെയ്യത്തില്ല. പ്രിയരെ, അതല്ലയോ ജയം? ആണോ അല്ലയോ? പിന്നെ തീച്ചൂളയുടെ നടുവിൽ 4-ാമനായിട്ട് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ നീതിയാ. മോറിയായിൽ കേട്ട ദൈവശബ്ദം ദൈവത്തിൻ്റെ നീതിയാ. പക്ഷെ ഇവര് ജയിച്ചത് ഇവിടെയാ. പ്രിയരെ, ഇന്ന് രാത്രി ആമേ നിന്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ കൂട്ടത്തിലെ കയ്യടി അല്ലിത്. ഇത് നിന്നെ ഒറ്റയ്ക്ക് നിർത്തുമ്പോൾ അവിടെ നീ ജയിച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഗമൊക്കെ പറയുമ്പം തീച്ചൂളയുടെ നടുവിൽ 4-ാമനായി ഇറങ്ങി. മറ്റേ ഇവര് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലേലും ഞങ്ങൾ ഈ ബിംബത്തെ വണങ്ങത്തില്ലെന്നൊക്കെ പറയുന്നിടത്തൊന്നും വലിയ ആവേശമൊന്നുമില്ല. പിന്നെ എവിടെ ആവേശം പറ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വല്ല ഈ നമ്മ പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ഭാഗം വരുമ്പോഴേ നമ്മൾ ആത്മാവിലാവത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാണ്
പിശാചിന് നന്നായിട്ട് അറിയാം അത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഏറിയ പങ്കും ചാനലുകൾ തുറന്നാൽ ഭൗതികം മാത്രം പറയുന്നത്. കാരണം ദർശനത്തിൽ നിന്ന് ജനത്തെ വ്യതിചലിപ്പിക്കുക അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ജയജീവിതം ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കണം. ഈ സമയം ഒത്തിരി പോയി. സ്തോത്രം. ദാനിയേൽ ജയിച്ചത് സിംഹക്കൂട്ടിലാണോ? ആണോ പ്രിയരെ? പക്ഷെ നമ്മളെപ്പോഴാ ജയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതെന്നറിയാമോ? രാജാവ് വന്നിട്ട് ചോദിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, സിംഹങ്ങൾ നിനക്ക് കേടുവരുത്തിയില്ലയോ? അത് പറയുമ്പോഴത്തേന് നമ്മളെന്ത് ചെയ്യും? സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്രൂര മൃഗത്തിന് അവനെ തൊടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ആത്മാവിലാകും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെങ്ങും അല്ല ജയം. പ്രൈസ് ദി ലോർഡ്. താന് പ്രാപിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് മുമ്പിൽ താൻ പതിവ് പോലെ കിളിവാതിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ട ആർക്കുണ്ടായിരുന്നു? ദാനിയേലിനുണ്ടായിരുന്നു. സ്വതന്ത്രം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നിയമം രേഖ എഴുതി 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അപ്പം സ്വാഭാവികമായിട്ട് സ്തോത്രം, ദാനിയേലിന് ആ മുറിയിൽ ചെന്നിരുന്ന് അന്നേരം അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരാ, കിളിവാതിൽ തുറക്കണമായിരുന്നു. തുറന്നുകൊണ്ടല്ലയോ ഇപ്പം രാജാവും ആൾക്കാരും? ഞാൻ രാവിലെ പറഞ്ഞ പോലെ പരിജ്ഞാനമൊക്കെ വേണം. സ്തോത്രം. ഇങ്ങനെയുള്ള പരിജ്ഞാനമൊക്കെ നമുക്ക് അതിൻ്റെ PhD കഴിഞ്ഞിട്ടിരിക്കുക. സ്തോത്രം. വേണ്ടാത്തതിൻ്റെ മുഴുവൻ പരിജ്ഞാനത്തിൻ്റെയും അങ്ങേ അറ്റത്തെ ഡിഗ്രിയും കഴിഞ്ഞിട്ടിരിക്കുക. നമ്മൾ വേണുന്നതിനൊന്നും ഒരു പരിജ്ഞാനവും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം ഈ ലോകത്തിൻ്റെ യൂണിവേഴ്സിറ്റി നൽകും, പരിജ്ഞാനം ഉയരത്തിൽ നിന്ന് വരുന്ന. അത് പ്രാപിക്കണം കേട്ടോ. അത് പ്രാപിച്ചാലേ ജയാളിയാകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദാനിയേൽ കിളിവാതിൽ തുറന്നിട്ടുണ്ടല്ലയോ മറ്റുള്ളവർ കണ്ടത്? അതുകൊണ്ടല്ലയോ ദാനിയേൽ ഇങ്ങനെ ചെയ്തെന്ന് രാജാവ് അറിഞ്ഞത്? അതുകൊണ്ടല്ലേ രേഖ ഇങ്ങനെ എഴുതിയത്? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സിംഹത്തിൻ്റെ കൂട്ടിലല്ല ഈ ദാനിയേലിനെ ഇട്ട സിംഹക്കുഴിയിലല്ല ദാനിയേൽ ജയിച്ചത്. പിന്നെയോ താൻ ചെയ്തു വന്നത് കൃത്യമായി ദൈവസന്നിധി ചെയ്യാൻ, മുഴങ്കാലിൽ നിൽക്കാൻ അവൻ ധീരത കാണിച്ചപ്പോഴാണ് ജയിച്ചത്. ഹാമാനുള്ളതെല്ലാം മൊർദെഖായിക്ക് കൊടുത്തു. അന്നേരമാണോ മൊർദെഖായി ജയിച്ചത്? ആണോ? പിന്നെ എപ്പോഴാണ് ജയിച്ചതെന്നറിയാമോ? പടിപ്പുരവാതുക്കൽ ചവിട്ടുകൊണ്ട് കിടന്നപ്പോഴും പ്രമാണം മുറുകെ പിടിച്ചു. അവസാനം ഹാമാൻ്റെ ഭാര്യ പോലും പറഞ്ഞു, അവനൊരു യഹൂദനാണെങ്കിൽ നീ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ലെന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്തു. ആദ്യം ബുദ്ധി പറഞ്ഞു കൊടുത്തത് കഴുമരം ഉണ്ടാക്കാനാണ്. പിന്നെ പിടികിട്ടിയത് പ്രമാണം മുറുകെ പിടിക്കുന്നവനെ തോൽപ്പിക്കാൻ ആർക്കും. ഞാനിത് ഒത്തിരി സമയമെടുത്ത് പറയേണ്ട ഭാഗമാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കുക. ഈ 3-4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. അബ്രഹാമിൻ്റെയും യഹൂദ ബാലന്മാരുടെയും ദാനിയേലിൻ്റെയും മൊർദെഖായിയുടെയൊക്കെ കാര്യം. ഇവിടെയൊക്കെ യഥാർത്ഥ ജയം എവിടെയായിരുന്നു? ഞാനൊരു ദിവസം പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആഴത്തിൽ ഇടപെട്ട ഒരു ഭാഗമാണ്. ആമേ, ഉപരിതലത്തിൽ ഈ ബഹളത്തിൻ്റെ നടുവിൽ നീ മയങ്ങിപ്പോകരുത്. യഥാർത്ഥ ജയം ഇതാ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അക്കമിട്ട് ദൈവാത്മാവിനോട് സംസാരിച്ച ഭാഗമാണ്. ഇതാണ് ജയം. അവിടെ ജയിച്ചാലേ മറ്റിടത്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് നാം ജയിച്ചു കഴിഞ്ഞാൽ അതിന് അനന്തരമായിട്ടുള്ളതെല്ലാം ദൈവം ഭംഗിയായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സമയം കടന്നു പോയല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ 7 സഭകളിലോടും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും. 1-ാമത്തെ സഭയായ എഫെസസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. 2-ാമത്തെ സഭയായ സ്മർണ്ണയിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരത്തില്ല. 3-ാമത്തെ സഭയായ പെർഗമോസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 4-ാമത്തെ സഭയായ തുയത്തേരെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 5-ാമത്തെ സഭയായ സർദീസിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കും. 6-ാമത്തെ സഭയായ ഫിലദെൽഫിയയിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും. 7-ാമത്തെ സഭയായ ലവോദിക്കയിലെ സഭയോട് പറയുന്നു, ജയിക്കുന്നവൻ എന്നോടുകൂടെ ജയിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ
ആയിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയരെ, ഈ 7 സഭകളോടും പറയുന്നത് ജയിച്ചവർക്ക് കിട്ടുന്ന അവകാശത്തെക്കുറിച്ചാണ്. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ചോദിക്കുക, പരാജിതരുടെ ഗണത്തിലാണോ ജയാളിയുടെ കൂട്ടത്തിലാണോ? രണ്ടാം മരണത്താൽ ജയിക്കുന്നവന് ദോഷം വരികയില്ലെന്നൊക്കെ പറയുമ്പോൾ, സ്തോത്രം, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് രണ്ടാം മരണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സവിസ്തരം പറയേണ്ട കാര്യങ്ങളാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് നോക്കിയാൽ മതി. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ഇതൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം അവരുടെ പ്രതിഫലം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. കത്തുന്ന തീപ്പൊയ്ക, ഇത് രണ്ടാം മരണം. അപ്പം ജയിക്കുന്നവൻ ഈ രണ്ടാം മരണത്തിൽ ദോഷം വരത്തില്ല. അപ്പോൾ രണ്ടാം മരണത്തിൽ ദോഷം വരാതെ പ്രതിഫലത്തിനായി ഒരുങ്ങണമെങ്കിൽ നീ ആരാകണം? ജയാളിയാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോട് പറയുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം സവിസ്തരം പറയേണ്ട ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ സഭയോട് പറയുകയാ, ഒന്നുകിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ശീതോഷ്ണവാനായാൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ഇതുപോലൊരു മന്ദത സഭകൾക്കകത്ത് കയറിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആമേ, ചൂടുമല്ല തണുപ്പുമല്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആള് നിലവിലുണ്ട്. അകത്ത് വല്ലതും ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. പ്രൈസലോ, പ്രൈസലോ. പ്രിയരെ, വാർദ്ധക്യവും നരയും ക്ഷീണവും ഒക്കെ കാണും. പക്ഷെ നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം. ദൈവം പറഞ്ഞു, നിന്നെ വായിന്ന് എന്ത് ചെയ്യും? ഈ ലവോദിക്ക പട്ടണമെന്ന് പറഞ്ഞാൽ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന റോമൻ ഭരണാധികാരിയുടെ ഭാര്യയുടെ പേരാണ് ലവോദിക്കി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ തൻ്റെ സ്മരണ നിലനിർത്താനായിട്ട് അദ്ദേഹം പടുത്തുയർത്തിയ പുരാതനവും പ്രശസ്തവുമായ പട്ടണമാണ് ലവോദിക്ക പട്ടണം. സ്തോത്രം. ആ ശ്രേഷ്ഠമായ പട്ടണത്തിന് വായിന്ന് ഉമിഴ്ന്ന് കളയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവരോട് പറഞ്ഞു. അവിടെയുള്ള ദൈവസഭ അത് വില കൊടുത്ത് ഏറ്റെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, പ്രിയരെ, ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് കേൾക്കണോ? ഇസ്കി ഹിസാർ എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഇന്നൊരു ദൈവസഭയില്ല, ഒരൊറ്റ വിശ്വാസി പോലുമില്ല. മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാണ്. 5 നേരം കേൾക്കുന്ന വാങ്കുവിളികൾ മാത്രമാണ് ആ പ്രദേശത്ത് കേൾക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഒന്നുകിൽ നീ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. ശീതോഷ്ണവാനായാൽ നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യും? ഉമിഴ്ന്ന് കളഞ്ഞു. എത്ര ശ്രേഷ്ഠമായ കെട്ടിപ്പൊക്കിയതാണെങ്കിലും നഗരവൽക്കരണത്തിൽ അലക്സാണ്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള പണികൾ ചെയ്ത ശക്തനായ മനുഷ്യനായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ്. തൻ്റെ ഭാര്യയുടെ സ്മരണ നിലനിർത്താനാണ് ഈ പട്ടണം വലുതായിട്ട് പണിതത്. ഒരിക്കൽ ഭൂകമ്പം ഉണ്ടായിട്ട് ഈ പട്ടണം പാടെ നിലംപരിചായിപ്പോയി. സ്തോത്രം. എന്നിട്ട് അത് രണ്ടാമത് പുതുക്കി പണിതൊക്കെ അതിലും ശ്രേഷ്ഠമായിട്ടാണ്. പക്ഷേ ഇന്ന് ആ സ്ഥലത്തൊന്നും ഒന്നുമില്ല പ്രിയരെ. സഭയില്ല, കൂട്ടായ്മയില്ല, ദൈവമക്കളില്ല. എന്താ കാര്യമെന്നറിയാമോ? മുന്നറിയിപ്പിനെ അവഗണിച്ചതാണ്. ജയിച്ചാൽ അവിടെ ഈ 3-ാം അധ്യായത്തിൽ, വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോട് ദൂത് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. ആർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത്? ജയിക്കുന്നതിന്. എങ്ങനെ ജയിക്കണമെന്നാണ് പറഞ്ഞത്? ആ വാക്യം ഒന്ന് വായിച്ച്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് തന്നെ എന്നോടുകൂടെ നിങ്ങളെ ഇരുത്തും. ജയിച്ച എങ്ങനെ ജയിക്കണം? ഞാൻ ജയിച്ചെന്റെ പിതാവിന്റെ കൂടെ ഇരുന്നത് പോലെ. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ കർത്താവ്. അവിടെയൊക്കെ പാപത്തിന്റെ ലാഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ ജയാളിയായി നിന്ന കർത്താവ് പറയുക, ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾ ജയിച്ചാൽ എന്നോടുകൂടെ ഇരിപ്പാൻ ഞാൻ വരം തരും. ഇത് കുഞ്ഞുകളി അല്ല, അഡ്ജസ്റ്റ്മെന്റിൻ്റെതല്ലിത്. ജയിച്ചവരെ കൊടുക്കുന്ന പ്രതിഫലമായത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുക, പ്രിയരെ,
സ്തോത്രം. വഞ്ചിതരാകരുത്, പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. കർത്താവ് പറയുന്നു, എന്നോടുകൂടെ എൻ്റെ പിതാവ് എനിക്ക് നൽകിയ സിംഹാസനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാം. കർത്താവ് ഇരിക്കുന്നിടത്ത് തന്നെ ഇരുത്തും നിന്നെ. അതിനാ നമ്മെ വിളിച്ചത്. പക്ഷേ ഞാൻ ജയിച്ച പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് റൂട്ട്, അതാണ് വഴി. ഇതിനകത്ത് എളുപ്പ വഴിയൊന്നുമില്ല, കുറുക്ക് വഴിയൊന്നുമില്ല. ഞാൻ എങ്ങനെ ജയിച്ചോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ജയിച്ചാൽ പിതാവ് എനിക്ക് എന്ന സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങളും എന്ത് ചെയ്യും? ഇരിക്കും. തോറ്റവനെ ചേർക്കാനല്ല യേശു വരുന്നത്, ജയാളിയെ ചേർക്കാനാ. കർത്താവ് വരാറായി. ഇന്ന് രാത്രി ഒരാത്മപരിശോധനയ്ക്കായി നമ്മെ വിട്ടുകൊടുക്കണം. ആമേൻ. ഉപരിതലത്തിലെ കയ്യടിയല്ല ഉണർവ്, ബാഹ്യമായ ചേഷ്ടകളല്ല ഉണർവ്. അകത്ത് പാപബോധത്താൽ നിലവിളി ഉയർന്നിട്ട് ഉള്ളിൽ ഞരക്കത്തോടുകൂടെ തിരുമുഖത്ത് നോക്കിയിട്ട് യേശു മാത്രം മതി എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ആമേൻ. കൂശ് മതി എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിന്റെ സാന്നിധ്യമാണ് വലുതെന്ന് പറയാൻ കഴിയുന്നവരെ ഓർത്തിയ സ്തോത്രം ചെയ്യുക. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ സമയമെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയപരിധി എന്നെ അനുവദിക്കുന്നില്ല. ഈ രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ അവസാനമായി ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക, ഒരു ജയാളിയാണോ? അല്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഒരു ജയാളിയാകണം. അതിനായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കൊരു ജയജീവിതം ചെയ്യാൻ കർത്താവ് കൃപ തരണേന്ന്, ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ എനിക്ക് കൃപ തരണേന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ നിശ്ചയമായിട്ടും കർത്താവ് തൊടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ദൈവാത്മാവ് ചെയ്യും. അസാധാരണമായൊരു ദൈവപ്രവൃത്തി ദൈവം അയക്കും. ആമേൻ. ചടങ്ങായി മാറരുത്, വിശ്വസിച്ച് വരിക. കേൾക്കുന്ന വചനപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾ വരുത്തുക. കർത്താവ് ജയിച്ചവനെ ചേർക്കാൻ വേഗം വരും. നമ്മുടെ കർത്താവ് വരാറായി. സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുമെന്ന് നല്ല നിശ്ചയം പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസന്മാരോടും ദൈവസഭയോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമുക്കൊരു നിമിഷം നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് ജയം ലഭിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് അനുഗ്രഹമായ മറുപടി ലഭിക്കുമ്പോഴാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകളുടെ മധ്യേ നാം എടുക്കുന്ന സമർപ്പണം അത് അന്ത്യത്തോളം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാണോ ദർശനമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിപ്പാനിടയായി. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ജയാളികളായി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് ശത്രു അനവധി വഴികൾ നമുക്ക് മുൻപിൽ ഒരുക്കി തരുമ്പോൾ, ഹല്ലേലൂയ, ശത്രു ലോകപ്രകാരം ഒരുക്കുന്ന ഒരു ജയവുമല്ല. ഹല്ലേലൂയ, അതിനുപരിയായി ദൈവം ദൈവസന്നിധിയിൽ ആഴമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ, ദാനിയേൽ ആ സമർപ്പണമെടുത്തു. അബ്രഹാം ആ ചോദ്യത്തിന് മുൻപിൽ ആ സമർപ്പണമെടുത്തു. യഹൂദ ബാലന്മാർ ആ സമർപ്പണമെടുത്തു. അവർ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ അവർ നിലനിൽപ്പാൻ, പ്രാർത്ഥിപ്പാൻ അവരെ തന്നെ സമർപ്പിച്ചു. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായി. അവൻ പ്രതിഫലം നമുക്ക് വേണ്ടി തരും. 7 സഭകൾക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് നമ്മൾ കേൾപ്പാനിടയായി. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ പ്രാപിപ്പാൻ ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം ശോധന ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാപിക്കേണ്ടത് പ്രാപിപ്പാൻ, എത്തേണ്ടടുത്ത് എത്തുവാൻ, ഹല്ലേലൂയ, നല്ല പോർ പൊരുതുവാൻ, ഹല്ലേലൂയ ഓട്ടം തികപ്പാൻ, വിശ്വാസം കാക്കുവാൻ നമുക്ക് ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം,
പൗലോസിന്റെ ജീവിതത്തിൽ ജയോത്സവമായിട്ട് തൻ്റെ ജീവിതത്തിലെ വലിയ ശോധനകളായിരുന്നു. അതിൻ്റെ മധ്യ പിടിച്ചു നിന്നപ്പോഴാണ് താൻ ജയിപ്പാനിടയായതെന്ന് കേൾപ്പാനിടയായി. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം കരങ്ങൾ എടുത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി കഷ്ടത സഹിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, ഓടിത്തികപ്പാൻ, തീരുമാനത്തോടെ ഓടുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ തൻ്റെ ശുശ്രൂഷകളെ ഓർക്കാം, സഭയെ ഓർക്കാം, നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ ഓർക്കാം. തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവം കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും ദൈവം നമ്മയും അനുഗ്രഹിപ്പാൻ, രാത്രി കടന്നു വന്ന എല്ലാവരെയും സഹായിപ്പാൻ. 21 ദിവസം ഉപവാസത്തോടെ ആയിരിക്കുന്നവരുണ്ട്, ഭാഗികമായി ഉപവാസത്തോടെ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തേണ്ടതിനായിട്ട് കടന്നു വന്ന ദൈവദാസന്മാരെ എല്ലാം ഓർക്കാം. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ ശുശ്രൂഷകൾക്കായി കടന്നു വരേണ്ടുന്ന ദൈവദാസന്മാർ, ദൈവം ആഗ്രഹിക്കുന്നവരെ ഹല്ലേലൂയ പുതിയ ആത്മാവിൻ്റെ ശക്തിയുടെ പുതിയ വചനത്തോടെ പുതിയ അനുഭവത്തിലുള്ള ആ അവസ്ഥകളിൽ ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് തുടർ ദിനങ്ങളിൽ നമ്മോട് സംസാരിക്കേണ്ടതിന് ഒരു നിമിഷം നമുക്ക് കരമൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറയാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമോൻ അബ്രഹാം ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ ഇന്ന് രാത്രി നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ കർത്താവ് ഓരോ സെഷനിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷക്തന്മാരിലൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും കർത്താവിൻ്റെ ദാസനിലൂടെ ശക്തമായി വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി അങ്ങ് നടത്തുമ്പോൾ കർത്താവെ ഒരു ജയജീവിതം നയിപ്പാൻ ഞങ്ങളെ തന്നെ ഇന്ന് രാത്രികാലം അവിടെ കരങ്ങളിൽ സമർപ്പിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും സമർപ്പണ ജീവിതമുള്ളവരായി, വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി കർത്താവെ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ അഭിഷേകത്തോടെ ദൈവം നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹപൂർണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തദാസന്മാർ ഇരുവരെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ബലത്തോടെ അധികാരത്തോടെ ദൈവം നിർത്തണമേ. ഉപവസിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായി ഉപവസിക്കുന്ന ദൈവമക്കളെ ഓർക്കുന്നു. ഭാഗികമായി ഉപവസിച്ച ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലത്തോടെ കൃപയോടെ നിർത്തണമേ. ഈ ദിവസങ്ങൾ കർത്താവെ, ഞങ്ങളുടെ പാളയം സഭയിൽ വലിയൊരു ഉണർവ് ദൈവം അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശക്തന്മാരായ മിഷണറിമാർ എഴുന്നേൽക്കുന്ന ഞങ്ങളുടെ യൗവനക്കാർ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന കർത്താവെ ദിവസങ്ങളാക്കി സ്വർഗം തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത്ഭുതങ്ങളുടെ ദൈവമേ, ആലോചനയിൽ വലിയവനായ ദൈവമേ, പ്രവർത്തനത്തിൽ ശക്തനായ ദൈവമേ, അങ്ങ് വൻകാര്യങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പ്രതികൂലങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഈ പട്ടണത്തിന് നടുവിൽ വലിയൊരു ഉണർവ് ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സെഷനിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. കടന്നു വരെയുള്ള ദൈവദാസന്മാരെ കൃത്യസമയത്ത് കൂട്ടിച്ചേർത്ത് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ആലോചന നടന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം സ്വർഗം ഏറ്റെടുക്കും. ക്രിസ്തുയേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ദീർഘ ഉപവാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവദാസന്മാരോടും, ഇന്ന് രാത്രി വചന ശുശ്രൂഷകർത്തൻ്റെ കർത്താവിൻ്റെ ഭൃത്യനോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. നാളെ കൃത്യം 10:30 തന്നെ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ റോയ് ഉമ്മൻ ആലപ്പുഴ നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാവരും കൃത്യസമയത്ത് കടന്നു വരിക.
എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.